ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ISRO കീഴിൽ ഏകദേശം 55ഓളം ഒഴിവുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഡിസംബർ 31 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ISRO കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. വിവിധ ട്രേഡുകളിലുള്ളവർക്ക് ടെക്നീഷ്യൻസ് ബി ഇലക്ട്രോണിക് മെക്കാനിക്ക്, ടെക്നീഷ്യൻസ് ബി ഇലക്ട്രിക്കൽസ്, അതുപോലെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക്, ഫോട്ടോഗ്രാഫി, പിന്നെ വരുന്നത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ DPO തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റുകൾ ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിലേക്ക് 33 പോസ്റ്റുകളുണ്ട്. അതിലേക്ക് SLC പാസ്സായിരിക്കുക, അല്ലെങ്കിൽ SSC പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. പ്ലസ് അതിനോട് കൂടി ITI, അതുപോലെ NTC അല്ലെങ്കിൽ NAC ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഫ്രം NCVT. അപ്പോൾ NCVT അംഗീകരിച്ച ഒരു ITI അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടെക്നീഷ്യൻസ് ബി തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് 8 വേക്കൻസി ഉണ്ട്. അതിലേക്കും ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് SLC, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ITI, അതുപോലെ NTC NAC ഉള്ളതാണ്. ആ ട്രേഡിൽ നിങ്ങൾക്ക് ഈ ITI അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NAC ഉണ്ടായിരിക്കുക. പിന്നെ ടെക്നീഷ്യൻസ് ബി ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ആണെങ്കിൽ 9ഓളം പോസ്റ്റുകളുണ്ട്. അതിലേക്കും 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടിയുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കിനുള്ള ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ ടെക്നീഷ്യൻസ് ബി ഫോട്ടോഗ്രാഫി വിഭാഗത്തിലേക്ക് 4 വേക്കൻസി, 10ാം ക്ലാസ്സോട് കൂടി തന്നെ ഡീറ്റെയിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ട്രേഡിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. പിന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് 5 വേക്കൻസി, അതിലേക്ക് 10ാം ക്ലാസ്സോട് കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിലുള്ള NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ NAC ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 21,700 മുതൽ 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഏകദേശം 31,682 രൂപയായിരിക്കും നിങ്ങൾക്ക് പെർ മന്ത് ലഭിക്കുന്നത്, ബേസിക് പേ പ്ലസ് DA ഒക്കെ കൂടിയിട്ട്. അതുപോലെ HR, ട്രാൻസ്പോർട്ട് അലവൻസ്, മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കാം. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ ഒന്നും കൂടി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.